കോഴിക്കോട് തോരായിക്കടവിൽ തകർന്ന പാലത്തിന്റെ തുടർ നിർമ്മാണം നിർത്തിവെക്കണമെന്ന ആവശ്യം. കരാർ കമ്പനിയുടെ വീഴ്ച അന്വേഷിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സതി കിഴക്കേൽ 24നോട് പ്രതികരിച്ചു. അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ കർശന നടപടിയെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തെത്തി. ഇത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ കർക്കശ നിർദ്ദേശം നൽകുന്നു, ഇതിന് പ്രത്യേക പരിശോധന നടത്താറുണ്ട്. എന്നിട്ടും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ അതിനോട് കോംപ്രമൈസ് ചെയ്യുക? ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ആ പാലം അവിടെ ഒരു ജനങ്ങളുടെ ഒരു ദീർഘകാലത്തെ സ്വപ്നമാണ്. അത് പദ്ധതിക്കൊന്നും ഒരു കുഴപ്പം പറ്റില്ല. ഈ പാളിച്ച എന്തെന്നുള്ളത് പരിശോധിക്കും. നിഖിൽ പ്രവേശ് കോഴിക്കോട് നിന്ന് ചെയ്തു. നിഖിൽ, ഈ പാലത്തിൽ വിവാദം കനക്കുന്നു. സർക്കാർ ഏതായാലും പഞ്ചവടി പാലങ്ങൾ ഏറുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഇത് സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ, എങ്ങനെ പാലം തകർന്നു എന്നാണ് പ്രാഥമികമായെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പാലത്തിന്റെ ഭീമാണ് ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 3:45 കൂടി തകർന്നു വീഴുന്നത്. നിർമ്മാണം പുരോഗമിക്കുകയായിരുന്നു. കഴിഞ്ഞ 1.5 വർഷത്തോളമായി നിർമ്മാണം അവിടെ നടക്കുന്നുണ്ട്. നാട്ടുകാരുടെ ഒരു വലിയ പരാതി എന്നുള്ളത് ഈ ബാലുശ്ശേരി കൊയിലാണ്ടി ഭാഗങ്ങളെ ബന്ധിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട പാലമായിരുന്നു വരുന്നത്. ഇക്കാലം അത്രയും, അതായത് ഈ നമ്മളിപ്പോൾ 2025 എത്തിയിട്ടും ഇപ്പോഴും അതിലൂടെ കടത്ത് തോണിയാണ് ഉണ്ടായിരുന്നത്. കടത്ത് തോണിയിലൂടെയാണ് ആളുകൾ അപ്പുറവും ഇപ്പുറവും ഒക്കെ കടന്നിരുന്നത്. അല്ലെങ്കിൽ അവർക്ക് യാത്ര ചെയ്ത് തന്നെ പോകണമെങ്കിൽ കിലോമീറ്ററുകൾ അവർ വളഞ്ഞ് സഞ്ചരിക്കേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത കാലത്തെങ്കിലും ഈ പാലം യാഥാർത്ഥ്യമാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇന്നലത്തോടു കൂടി അസ്തമിച്ചത്. ഇപ്പോൾ എല്ലാവരും വിരൽ ചൂണ്ടുന്നത് കരാർ കമ്പനിക്കെതിരെ തന്നെയാണ്. ഈ കോടതി മുഖാന്തരമാണ് ഈ കരാർ കമ്പനി ഈ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരാർ സ്വന്തമാക്കിയത്. ഈ കമ്പനിക്കെതിരെ നേരത്തെ നിരവധി പരാതികൾ ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം. പഞ്ചായത്ത് പ്രസിഡന്റും ചേമഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് സദീവ് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. അവർ പറയുന്നത് ഇതുവരെ നടത്തിയ നിർമ്മാണങ്ങൾ പരിശോധിച്ച് അതിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ തുടർ നിർമ്മാണം നടത്താവൂ എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇന്നിപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് തന്നെ വ്യക്തമാക്കിയ കാര്യം, യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഈ കരാർ കമ്പനിക്ക് ഉണ്ടാകില്ല. അവരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായി എന്ന് വ്യക്തമാവുകയാണെങ്കിൽ കർക്കശമായിട്ടുള്ള നടപടി തന്നെ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കാര്യമായിട്ടുള്ള ഇൻസ്പെക്ഷനും മറ്റും ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്ന് കൂടി മന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. അതേസമയം തുടർച്ചയായി ഇത്തരത്തിൽ സംസ്ഥാനത്ത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണം കൂടി വരുന്നു. അതിനുശേഷം നിഖിലേക്ക് വരാം. ആ പ്രതികരണത്തിലേക്ക്, പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തിലേക്ക്. കേരള ഗവൺമെന്റിന് NHIക്കെതിരെ പരാതിയില്ല, കേന്ദ്ര ഉപരിതല വകുപ്പിനെതിരെ പരാതിയില്ല. എങ്ങനെ പരാതിപ്പെടാൻ പറ്റും? സംസ്ഥാന ഗവൺമെന്റിന്റെ ഏജൻസി PWD പണിയുന്ന പാലം. അപ്പോൾ ഇബ്രാഹിം കുഞ്ഞിനെതിരെ കേസെടുത്തെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കെതിരെ എടുക്കുന്നു? എഞ്ചിനീയറിംഗ്, പാലത്തിൻ്റെ എഞ്ചിനീയറിംഗ് നോക്കുന്ന മന്ത്രിയല്ല. ഞാൻ ആ വാദത്തെ സമ്മതിക്കുന്നു. പക്ഷേ അന്ന് പിന്നെ നിങ്ങൾ എന്തിനാണ് ഇബ്രാഹിം കുഞ്ഞിനെ നിങ്ങൾ പ്രതിയാക്കിയത്? അന്ന് ചെയ്തതിന് നമ്മളെ കാലം മുഖത്ത് നോക്കി കണക്കിലെടുക്കും. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളൊരു വാചകമോ നിങ്ങളതൊന്നും ഗൗരവത്തിലെടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞ വാചകം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. കാലം മുഖത്ത് നോക്കി കണക്ക് ചോദിക്കും. എഴുതി വെച്ചോ. അതാണിതെല്ലാം. നിഖിൽ പറഞ്ഞു തുടങ്ങിയതുപോലെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണമാണ്. പാലാരിവട്ടം പാലവുമായി ബന്ധപ്പെട്ട് ഇബ്രാഹിം കുഞ്ഞുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധവും പ്രതികരണവും ഉണ്ടായിരിക്കുന്നത്. തുടരാം. അതാണ് ഇപ്പോൾ ഈ കരാർ എടുത്തിരിക്കുന്നത് മലപ്പുറം ആസ്ഥാനമായിട്ടുള്ള PMR കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ആ കമ്പനി നേരത്തെയും ഒരു പാലം നിർമ്മിച്ച് നമുക്കറിയാം, അത് വലിയ രീതിയിൽ വാർത്തയായതൊക്കെയാണ്. ആ പാലവും തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യം ലോജിക്കലി ചിന്തിക്കുമ്പോൾ അതിൽ കാര്യവുമുണ്ട്. നേരത്തെ ഇബ്രാഹിം കുഞ്ഞിനെതിരെ നടപടി ഉണ്ടായെങ്കിലും അദ്ദേഹത്തിനെ വലിയ അഴിമതിക്കാരനായി ചിത്രീകരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ടും മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർക്കുണ്ട്. കിഫ്ബിയിൽ നിന്ന് തുക കണ്ടെത്തിയാണ് ഈ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. അത് ഏതാണ്ട് അതിന്റെ ഒരു അന്തിമഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം കൂടി, തകർന്നു വീഴുന്ന സാഹചര്യം കൂടി ഉണ്ടായത്. അക്ഷരാർത്ഥത്തിൽ ഇതൊരു പക്ഷേ നിർമ്മാണം പൂർത്തിയായ ശേഷമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാവുകയും നമ്മൾ ചിന്തിച്ചു നോക്കുക എത്ര വലിയൊരു അപകടമായത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവത്തിൽ കാണേണ്ടതാണ്. ചേമഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ ഇതുവരെ നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് മികച്ചതാണോ എന്ന്, അല്ലെങ്കിൽ അത് ഗുണനിലവാരം ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമേ ഈ പാലം തുറന്നു കൊടുക്കാവൂ, ഇതിന്റെ ബാക്കിയുള്ള പണി കൂടി നടത്താവൂ എന്നാണ് ആളുകൾ ഉന്നയിക്കുന്നത്. ഇതിപ്പോൾ രാവിലെ അവിടെ പോയപ്പോൾ അവിടുത്തെ നാട്ടുകാർ പറയുന്ന ഒരു കാര്യമുണ്ട് സുഹൈൽ. കാരണം ഇതിന്റെ പണി കൃത്യമായിട്ട് ഇൻസ്പെക്ട് ചെയ്യാനോ അതിന് മേൽനോട്ടം വഹിക്കാനോ ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള കുറച്ച് ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിന് മേൽനോട്ടം വഹിക്കാൻ ആരെയും തന്നെ കാണാറില്ല അവിടേക്ക് എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എങ്കിലും അത് വളരെ ഗൗരവം. പറഞ്ഞത് വ്യക്തമാണ്.